കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങളെ ബിഹേവിയർ ഡിസോർഡേഴ്സ് ആത്മീയമായ രീതിയിൽ മാത്രം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിധിവരെ ഫലപ്രദമാകണമെന്നില്ല. കാരണം ഇത്തരം വൈകല്യങ്ങൾക്ക് പലപ്പോഴും ജൈവികവും മാനസികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആത്മീയമായ കാര്യങ്ങൾ കുട്ടിയുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും നല്ല മൂല്യങ്ങൾ വളർത്താനും സഹായിക്കും. ഒരു സമഗ്രമായ സമീപനത്തിൽ ആത്മീയമായ കാര്യങ്ങളെ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. ആത്മീയമായ സമീപനത്തിലൂടെയുള്ള സാധ്യതകൾ: ശാന്തതയും ക്ഷമയും വളർത്തുക. പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിലൂടെ കുട്ടികളിൽ ശാന്തതയും ക്ഷമയും വളർത്താൻ സാധിക്കും. ഇത് അവരുടെ പെരുമാറ്റ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. സ്വയം അവബോധം നൽകുക. ആത്മീയ ചിന്തകളിലൂടെയും കഥകളിലൂടെയും തങ്ങളെത്തന്നെ മനസ്സിലാക്കാനും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാനും കുട്ടികളെ പഠിപ്പിക്കാനാകും. നല്ല മൂല്യങ്ങൾ പഠിപ്പിക്കുക. സ്നേഹം, ദയ, സഹാനുഭൂതി, സത്യസന്ധത തുടങ്ങിയ നല്ല മൂല്യങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങളിലൂടെയും കഥകളിലൂടെയും കുട്ടികൾക്ക് പകർന്നു നൽകാം. ഇത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാൻ അവരെ സഹായിക്കും. പ്രത്യാശയും വിശ്വാസവും നൽകുക. ആത്മീയത കുട്ടികൾക്ക് ഒരു വലിയ ശക്തിയാണെന്ന ബോധം നൽകുന്നു. ഇത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് പ്രത്യാശയും വിശ്വാസവും നൽകുകയും പോസിറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. തെറ്റുകൾക്ക് മാപ്പ് നൽകാനുള്ള മനോഭാവം. ആത്മീയ ചിന്തകൾ വളർത്തുന്നതിലൂടെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും സ്വന്തം തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും കുട്ടികൾ പഠിക്കും. കുടുംബബന്ധം ശക്തിപ്പെടുത്തുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയോ ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. എങ്ങനെ പ്രാവർത്തികമാക്കാം? പ്രാർത്ഥനയും ധ്യാനവും. കുട്ടികളെ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനോ ധ്യാനിക്കാനോ പ്രോത്സാഹിപ്പിക്കുക. ചെറിയ സമയം തുടങ്ങി പതിയെ കൂട്ടാം. ആത്മീയ കഥകളും ഉപദേശങ്ങളും. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, മതഗ്രന്ഥങ്ങളിലെ കഥകൾ എന്നിവ ലളിതമായ രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുക. അതിലെ നല്ല കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. ആത്മീയ ചടങ്ങുകളിൽ പങ്കാളികളാക്കുക. കുട്ടികളെ അവരുടെ മതപരമായ ചടങ്ങുകളിൽ പങ്കാളികളാക്കുക. ഇതിലൂടെ അവർക്ക് ഒരു സാമൂഹിക ബന്ധം ലഭിക്കുകയും നല്ല കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. നല്ല മാതൃകയാകുക. മാതാപിതാക്കളും മറ്റു മുതിർന്നവരും നല്ല സ്വഭാവം കാണിക്കുകയും ആത്മീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. കുട്ടികൾ മുതിർന്നവരെ അനുകരിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറുക. കുട്ടികളുടെ മോശം പെരുമാറ്റത്തെ ക്ഷമയോടെയും സ്നേഹത്തോടെയും സമീപിക്കുക. ദേഷ്യം കാണിക്കാതിരിക്കാനും ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുക. ആത്മീയ ഗുരുക്കന്മാരുമായി സംസാരിക്കുക. ആവശ്യമെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ അറിവുള്ളവരുമായി സംസാരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആത്മീയമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊരു ഒറ്റപ്പെട്ട ചികിത്സാരീതിയല്ല. ഒരു ഡോക്ടറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ നിർദ്ദേശങ്ങളോടൊപ്പം ആത്മീയമായ കാര്യങ്ങളെ ഒരു പിന്തുണയായി മാത്രം കാണുക. പെരുമാറ്റ വൈകല്യങ്ങളുടെ തീവ്രതയനുസരിച്ച് ചികിത്സാരീതികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിവരും. ചുരുക്കത്തിൽ, ആത്മീയമായ കാര്യങ്ങൾക്ക് കുട്ടികളുടെ മാനസികാരോഗ്യത്തിലും സ്വഭാവരൂപീകരണത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. എന്നാൽ പെരുമാറ്റ വൈകല്യങ്ങൾക്ക് ഒരു സമഗ്രമായ ചികിത്സാരീതി ആവശ്യമാണ്. അതിൽ മനഃശാസ്ത്രപരമായതും സാമൂഹികവുമായ ഇടപെടലുകൾക്ക് പുറമെ ആത്മീയമായ കാര്യങ്ങളെയും ഉൾപ്പെടുത്തുന്നത് നല്ല ഫലം നൽകും.